കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്ക് പീരീഡ്സ് മുതൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം വരെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. നിങ്ങൾ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ, അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ, പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒരുപാട് ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ, ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് 100% റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഒരു മാസം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് 2-3 മാസമെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുക. ഒട്ടും എക്സ്പെൻസീവ് അല്ലാത്ത നിങ്ങളുടെ കിച്ചണിൽ നിന്ന് തന്നെ എടുക്കുന്ന ഐറ്റംസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ടിപ്സ് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അഡീഷണൽ പൈസ മുടക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഡോക്ടറുടെ ഏതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാൾക്കും ഈ ടിപ്സ് ഫോളോ ചെയ്യാവുന്നതാണ്. ഒരുപാട് പേര് നമ്മൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഷെയർ ചെയ്യുമ്പോഴേക്കും അവർ ചോദിക്കാറുണ്ട്, ലെട്രസോൾ എടുക്കുന്നവർക്കോ ഓവുലേഷൻ നടക്കാൻ മെഡിസിൻസ് എടുക്കുന്നവർക്കോ ഇത് ചെയ്യാമോ ചേച്ചി എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. കാരണം ഒരു സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് തരുന്ന തരത്തിലുള്ളതല്ല ഈ ടിപ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അപ്പോൾ പീരീഡ്സിൻ്റെ ദിവസം, നമ്മുടെ പീരീഡ്സിൻ്റെ ദിവസത്തിൽ പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേയിലാണ് നമ്മുടെ അണ്ടം വളരാനായിട്ട് തുടങ്ങുന്നത്. കുഞ്ഞു കുഞ്ഞു ഫോളിക്കിൾസ് ആ ഒരു ഓവുലേഷന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരുമ്പോഴേക്കും അത് വളർന്നു തുടങ്ങുന്നത് പീരീഡ്സിൻ്റെ 2ാമത്തെ ദിവസമോ 3ാമത്തെ ദിവസമോ ഒക്കെ മുതലാണ്. ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവരുടെ ഗ്രോയിങ്ങിന് വേണ്ടിയിട്ടായിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും അഡീഷണൽ ആയിട്ടൊരു ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവന്ന് തരുന്ന തരത്തിലുള്ളതായിരിക്കണം. ഒരുപാട് പേര് പറയുന്നുണ്ട് അവർ പീരീഡ്സിൻ്റെ വേദന ഉണ്ടാകുന്ന സമയത്ത് ചോക്ലേറ്റ് കഴിക്കുന്നവരുണ്ട്, കോഫി കഴിക്കുന്നവരുണ്ട്, അതുപോലെ കഫീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ ഒരിക്കലും ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. നമ്മൾ എക്സസ് ആയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് അല്ലാതെ മറ്റുള്ള ചോക്ലേറ്റുകൾ എടുക്കുന്നത്, അതുപോലെ തന്നെ കഫീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതും നിങ്ങളിൽ ബുദ്ധിമുട്ടുകൾ, അതായത് അണ്ടം വളരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പീരീഡ്സിൻ്റെ ആ ഒരു 2nd 3rd ഡേയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ ബ്ലഡ് മൊത്തം പോയിട്ട് യൂട്രസ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ കുഞ്ഞ് വളർന്ന് തുടങ്ങുന്നത് നമ്മുടെ യൂട്രസിനകത്താണ്. യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയി ഓരോ ടൈമിലും നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് എക്സ്പെൽ ആയി പുറത്തേക്ക് വന്നു കഴിയുമ്പോഴേക്കും അവിടെ യൂട്രസിൽ ബാക്കിയുള്ള ഒന്നും ഉണ്ടാവില്ല, യൂട്രസ് ക്ലീൻ ആയിരിക്കും. ചില സ്ത്രീകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പ്രഗ്നൻ്റ് അല്ലെങ്കിൽ കൂടി തന്നെയും അവർക്ക് ഡിയാൻസ് ചെയ്യാറുണ്ട്. ഡിയാൻസ് ചെയ്യുന്നത് യൂട്രസ് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഡിയാൻസ് ചെയ്തിട്ട് തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും ആദ്യം ഫോക്കസ് കൊടുക്കേണ്ടത് യൂട്രസ് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന 2 ഡ്രിങ്ക്സ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ആദ്യത്തേതാണ് ജിഞ്ചർ, അതായത് നമ്മൾ ഇഞ്ചിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത്. അതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ ചാനലിൽ ഓൾറെഡി അതിനെ പറ്റിയിട്ട് വീഡിയോസ് ഉണ്ട്. നിജോസ് വേൾഡ് ജിഞ്ചർ ആൻഡ് ക്ലോവ്സ് വാട്ടർ, അതായത് ഇഞ്ചിയും ഗ്രാമ്പൂ വെള്ളവും, ജിഞ്ചർ ആൻഡ് ക്ലോവ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിജോസ് വേൾഡ് ജിഞ്ചർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡെഡിക്കേറ്റഡ് വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അതിൽ പറഞ്ഞ രീതിക്ക് നിങ്ങൾ ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം അതിൽ പറഞ്ഞ സമയത്ത് കുടിക്കുന്നത് എത്ര ദിവസം വരെ, അതായത് പീരീഡ്സിൻ്റെ ഒരു 5th ഡേ വരെയാണ് നമ്മൾ കുടിക്കേണ്ടത്. അത്രയും വരെ നമ്മൾ കുടിക്കുന്നത് യൂട്രസിൽ നിന്ന് ആ പീരീഡ്സിൽ ഉണ്ടാകുന്ന ആ ബ്ലഡ് മൊത്തം പുറത്തേക്ക് പോകുന്നതിനും യൂട്രസ് ക്ലീൻ ചെയ്യുന്നതിനും പീരീഡ്സിൻ്റെ പെയിൻ കുറയ്ക്കുന്നതിനുമൊക്കെ നിങ്ങളെ സഹായിക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് കുടിക്കാവുന്നതാണ്. പൈനാപ്പിൾ ജ്യൂസ് അടിക്കുമ്പോഴേക്കും അതിലോട്ട് ഒരുപാട് വാട്ടറും ഷുഗറും ആഡ് ചെയ്യാനായിട്ട് പാടില്ല. ഒന്നുകിൽ നിങ്ങൾ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് കുടിക്കുക, അല്ലെങ്കിൽ 2-3 സ്ലൈസ് പൈനാപ്പിൾ നിങ്ങൾ കഴിക്കുക. ഇതും നിങ്ങളുടെ യൂട്രസ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കോൺട്രാക്ഷൻസ് കൃത്യമായിട്ടുണ്ടായി ബ്ലഡ് മൊത്തം പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുക കേട്ടോ. ഇതെല്ലാവരും ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ളവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ടിപ്പാണ്. ഹെൽത്തി യൂട്രസിന് മാത്രമേ ഹെൽത്തി പ്രഗ്നൻസി മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ ഡ്രിങ്ക്സ് കുടിക്കുക. ഈ ഡ്രിങ്ക്സ്, പീരീഡ്സിൻ്റെ ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കേണ്ടത് എപ്പോഴാണോ നമുക്ക് പീരീഡ്സിൻ്റെ എക്സസ് ബ്ലീഡിങ് ഉണ്ടാവുന്നത്. ചിലവർക്ക് പീരീഡ്സിൻ്റെ ആദ്യത്തെ ദിവസം നല്ലപോലെ ബ്ലഡ് പോയി തുടങ്ങും, ചിലർക്ക് 2ാമത്തെ ദിവസമായിരിക്കും ബ്ലഡ് പോയി തുടങ്ങുന്നത്. ഈ എന്നാണോ എക്സസ് ബ്ലീഡിങ് ഉണ്ടാവുന്നത് ആ ദിവസം മുതൽ വേണം നിങ്ങൾ ഈ ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ കുടിച്ച് നിർത്തേണ്ടത് പീരീഡ്സിൻ്റെ ആ തീരുന്ന ദിവസം വരെയോ അല്ലെങ്കിൽ എന്തുവരെയാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നത് ആ ദിവസം വരെയോ ആയിരിക്കണം.
അതിനുശേഷം നമ്മൾ ഫോളോ ചെയ്യേണ്ട ടിപ്പ് ഓവുലേഷന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് FSH ഹോർമോണും LH ഹോർമോണും ഈസ്ട്രജൻ ഹോർമോണും കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യണം. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ FSH ഹോർമോൺ കൃത്യമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഫോളിക്കിൾസ് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ പ്രവർത്തനം നടക്കുന്നതിനും കൃത്യമായിട്ട് LH ഹോർമോൺ അല്ലെങ്കിൽ ലൂട്ടിനൈസിംഗ് ഹോർമോണിന്റെ പ്രവർത്തനം നടന്ന് LHന്റെ ഒരു സർജ് ഉണ്ടായി നിങ്ങളിൽ അണ്ടം പൊട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക്സ്. ഇതിന്റെ കാറ്റഗറിയിൽ വരുന്ന 3 എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ്: 1 കറുവപ്പട്ട വെള്ളം, 2 ഗ്രാമ്പൂ വെള്ളം, 3 ഉലുവ വെള്ളം. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയതും ഗ്രാമ്പൂ വെള്ളത്തിനാണ്. കാരണം ഗ്രാമ്പൂ കുറേയും കൂടി ടേസ്റ്റ് ഉണ്ട്, നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ഉലുവ വെള്ളം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ പ്രിഫർ ചെയ്യാറില്ല, കാരണം ഉലുവക്ക് ഒരു കയ്പുള്ളത് കൊണ്ട് അധികാരം എടുക്കാറില്ല. ഇത് 3 ഒരേപോലെ തന്നെ ബെനിഫിറ്റ് കിട്ടുന്നവയാണ്. നമ്മളുടെ ശരീരത്തിലെ ഹോർമോൺസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടന്ന് നാച്ചുറലി അണ്ടം പൊട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഈ 3 ടിപ്സും. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെ ഈ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതാണോ എടുക്കുന്നത്, കറുവപ്പട്ടയാണെങ്കിലും ഗ്രാമ്പൂ ആണെങ്കിലും ഉലുവയാണെങ്കിലും തലേ ദിവസം നിങ്ങളൊന്ന് കുതിർത്താനായിട്ട് വെക്കുക. അതിനുശേഷം നിങ്ങൾ നല്ലതുപോലെ കഴുകിയിട്ട് വേണം കേട്ടോ അത് കുതിർത്താൻ വെക്കുന്നത്. കുതിർത്തി വെച്ചിട്ട് നിങ്ങൾ ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്ത് അത് 1 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ തിളപ്പിച്ച്, അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം എടുത്ത് അത് 1/2 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുന്നത് നിങ്ങൾക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാനും ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല ബെസ്റ്റ് ആയിട്ടുള്ള അണ്ടം പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി. ചിലവർ ചോദിക്കുന്ന കാര്യമാണ് ഇത് 3 ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കൃത്യം ഒരു 3 മാസം വരെയെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനെപ്പറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ദി ചൂസ് വേൾഡ് സിനമൻ, അതുപോലെ ദി ചൂസ് വേൾഡ് ക്ലോസ്, ദി ചൂസ് വേൾഡ് ഫെനുഗ്രീക്ക് അതായത് ഉലുവ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ലിങ്ക് പറ്റുമെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതാണ് ഓവുലേഷൻ വരെ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. എക്സാക്റ്റ് ഒരു ഓവുലേഷൻ ഡേറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം വരെ നിങ്ങളത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇറഗുലർ പീരീഡ്സ് ഉള്ളവർ അവർക്ക് എങ്ങനെ എളുപ്പത്തിൽ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാം എന്നതിനെ പറ്റിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ദി ചൂസ് വേൾഡ് ഓവുലേഷൻ കാൽക്കുലേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അതും നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആ ദിവസം വരെ നിങ്ങളത് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സഹായിക്കുന്ന 2 ടിപ്സാണ്. ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശരീരത്തിൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ടാണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ ശരീരത്തിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് മാതള നാരങ്ങയും ബീറ്റ്റൂട്ടും. ഇത് രണ്ടും നിങ്ങളിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവരാണ്. ഒരുപാട് പേർക്ക് സംശയമുണ്ട് മാതള നാരങ്ങയും ബീറ്റ്റൂട്ടും കഴിച്ചു കഴിഞ്ഞാൽ പീരിയഡ്സ് ആകുമോ എന്നതിനെ പറ്റിയിട്ട്. അങ്ങനെ ആരും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓവുലേഷൻ വരെയെങ്കിലും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ല എങ്കിൽ, നിങ്ങൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഒരു മാതള നാരങ്ങയ്ക്ക് നിങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരുപാട് പേര് പറയുന്നുണ്ട് മാതള നാരങ്ങ കഴിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി നഷ്ടമാകുന്നത്. കാരണം എൻ്റെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ ഞാൻ ധാരാളം മാതള നാരങ്ങ കഴിച്ചിട്ടുണ്ട്. എന്നോട് ഡോക്ടറാണ് പറഞ്ഞത് മാതള നാരങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് കൂടുതലായിട്ട് ഉണ്ടാകും, അതുകൊണ്ട് മാതള നാരങ്ങ കഴിക്കാനായിട്ട് ഡോക്ടേഴ്സ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാതള നാരങ്ങ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കുക. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള സമയങ്ങളിൽ മാതള നാരങ്ങ കഴിച്ചോട്ടെ, ബീറ്റ്റൂട്ട് കഴിച്ചോട്ടെ എന്ന് നിങ്ങൾ ചോദിക്കുക. ഒരു മിക്കപ്പെട്ട ഡോക്ടേഴ്സൊക്കെ അത് കഴിച്ചോളാനായിട്ട് പറയാറുണ്ട്. പക്ഷേ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് കഴിക്കേണ്ട എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് മാറ്റാവുന്നതാണ് കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക. കാരണം ഇത് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിൽ പുതിയതായിട്ടുള്ള പല എക്സസൈസുകളും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്യാവുന്നതാണ്. അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ റിക്ലൈൻഡ് ബൗണ്ട് ആംഗിൾ പോസ്. റിക്ലൈൻഡ് ബൗണ്ട് ആംഗിൾ പോസ് എന്ന് പറയുന്നത് നമ്മൾ ബെഡിൽ നിവർന്നങ്ങ് കിടന്നിട്ട് ബട്ടർഫ്ലൈ എക്സസൈസിന് നമ്മൾ 2 പാദങ്ങളും ചേർത്ത് വെക്കില്ലേ, ആ ഒരു പോസിൽ നമ്മൾ കിടക്കുക. അതാണ് റിക്ലൈൻഡ് ബൗണ്ട്
ആംഗിൾ പോസ്, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ചെറുതായിട്ടൊന്നൊരു ഹെഡ്ഫോണിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ഈവനിങ് സമയത്തോ മോർണിംഗ് സമയത്തോ നിങ്ങൾ നല്ലപോലെ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൈയൊക്കെ വീശി ഭയങ്കര ആക്റ്റീവായിട്ട് നിങ്ങൾ വാക്കിംഗ് ചെയ്യുന്നത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മാസം ഫോളോ ചെയ്യാൻ കഴിയുന്ന ടിപ്സാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹസ്ബൻഡിനും നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കൊടുക്കുക. ഹസ്ബൻഡിൻ്റെ സെമന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ സെമൻ്റെ പെർഫോമൻസ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാമ്പൂ വെള്ളം കൊടുക്കുന്നത് സഹായിക്കുന്നു. ആ ടിപ്സ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഒപ്പം ഒരു ഡോക്ടറെ കണ്ടിട്ട് പ്രിനേറ്റൽ വിറ്റമിൻസും കൂടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. PCOD ഉള്ളവരും തൈറോയ്ഡ് ഉള്ളവരും അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസ് എടുത്തതിന് ശേഷം ഇത് ട്രൈ ചെയ്യുന്നത് 2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവരാണ്. തൈറോയ്ഡ് ഉണ്ടെങ്കിലോ PCOD ഉണ്ടെങ്കിലോ അതിനൊരു മെഡിക്കേഷൻസ് എടുക്കാതെ നിങ്ങൾ മുൻപോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തൈറോയ്ഡ് ഉള്ള പലർക്കും ചിലപ്പോൾ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നേരത്തെ തന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.